ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒത്തിരി നിരാശയും ഭയവും ഒന്നിലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കൾ ഇതൊന്ന് കേൾക്കണം കേട്ടോ. മാതാപിതാക്കളാണ് ഇന്നെന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നസ്രായൻ്റെ പെണ്ണെന്ന പേരിൽ അറിയപ്പെടുന്ന ആൻമരിയ ക്രിസ്റ്റീന. ആ സഹോദരിയുടെ ദൈവാനുഭവങ്ങളൊക്കെ കേൾക്കാനും വായിക്കാനും എനിക്കേറെ ഇഷ്ടമാണ്. ചിലതൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളതുമാണ്. ഒത്തിരി പേർക്ക് ആൻമരിയയുടെ ഈ സാക്ഷ്യം ഒരു പ്രചോദനമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കിത് കേൾക്കാം. ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിൽ വാഹന അപകടങ്ങൾ ഒരു തുടർ പരമ്പരയായിരുന്നു. രക്തം കണ്ടാൽ ഞാൻ ഭയന്ന് വിറയ്ക്കും. ആശുപത്രികളും വാഹനങ്ങളും ഒരുപോലെ എൻ്റെ പേടി സ്വപ്നമായി. എൻ്റെ ദുർബലാവസ്ഥയിൽ ഒരു നേഴ്സാവുക എന്നത് മാനുഷിക ദൃഷ്ടിയിൽ അസാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13 എന്ന വചനം മാംസം ധരിച്ചതാണ് ഞാൻ എന്ന നേഴ്സിൻ്റെ ഉത്ഭവം. 2009 ഫെബ്രുവരി മാസം BSc നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കി. നഴ്സിംഗ് പഠിച്ച തമിഴ്നാട്ടിൽ തന്നെ ചെറിയൊരു ആശുപത്രിയിൽ 3 മാസക്കാലം ജോലിക്ക് കയറി. ആദ്യ ശമ്പളം 3000 രൂപ. പഠിച്ച കുറേ നഴ്സിംഗ് തിയറിയും വളരെ കുറച്ച് പ്രാക്ടിക്കൽ അറിവും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. തുച്ഛമായ ശമ്പളം ഒന്നിനും തികയാതെ വന്നപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് ചേക്കേറി. ബോംബെയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചത് 2010 ജൂൺ മാസത്തിലാണ്. അന്ന് ഒരു IV ക്യാനുല വെയിനിലിടാൻ ഭയമായിരുന്നു. കൈവിറയ്ക്കും. കൂടെയുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എത്ര വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള നേഴ്സാണെങ്കിലും ഒരു രോഗിക്ക് ആദ്യ പരിശ്രമത്തിൽ തന്നെ വെയിൻ കൃത്യമായി കണ്ടുപിടിച്ച് ക്യാനുല ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ നേഴ്സ് എന്ന നിലയിൽ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. ഇങ്ങനെ വിറയ്ക്കുന്ന എനിക്ക് ജോലി ലഭിച്ചത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ. എൻ്റെ ഈശോയെ, നീ ഇത് എന്തു ഭാവിച്ചാണ് എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോകാൻ തന്നെ വല്ലാത്ത ഭയം. വളരെ പെട്ടെന്ന് ചികിത്സ ആവശ്യമുള്ള അത്യാസന്ന നിലയിലുള്ള രോഗികൾ നിറഞ്ഞു കിടക്കുന്ന ഇടം. പലവിധ അപകടങ്ങളിൽപ്പെട്ട് രക്തത്തിൽ കുളിച്ച് ശരീരഭാഗങ്ങൾ വേർപെട്ടും മറ്റും വരുന്ന രോഗികൾ. മരിച്ച ശേഷം എത്തിച്ചേരുന്ന മനുഷ്യ ശരീരങ്ങൾ. എൻ്റെ ജീവിതം ഇരുട്ടിൽ നിന്ന് കൂരിരുട്ടിലേക്ക് വഴിമാറുന്ന അവസ്ഥ. ആദ്യത്തെ വെല്ലുവിളി IV ക്യാനുല ആണെങ്കിൽ രണ്ടാമത്തേത് ഹിന്ദി ഭാഷാ പ്രാവീണ്യം ഇല്ലാത്തതാണ്. ഹിന്ദി അക്ഷരമാല ഉപയോഗിച്ച് വാക്കുകൾ കൂട്ടി വായിക്കാമെന്നല്ലാതെ എനിക്ക് ഹിന്ദി ഭാഷ കേട്ടാൽ മനസ്സിലാകുകയോ സംസാരിക്കാൻ അറിയുകയോ ഇല്ല. 13 കിടക്കകളുള്ള എമർജൻസി യൂണിറ്റ് തന്നെ എനിക്ക് ഭാരമായിരുന്നു. മുൻപിൽ ഒരു വഴിയുമില്ലാതെ ചെങ്കടലിന് മുന്നിൽ നിൽക്കുന്ന ഇസ്രായേൽക്കാരെ ഓർത്തുപോയ നാളുകൾ. ഈശോയെ, നിനക്ക് ഇങ്ങനെയും പണി തരാൻ അറിയാലോ അല്ലേ എന്നുള്ള ചോദ്യം നിത്യസംഭാഷണമായി. ആശാരിയായതുകൊണ്ട് ഈശോയ്ക്കൊരു പ്രശ്നമുണ്ട്. തോലുരിഞ്ഞ് മരം മിനുസപ്പെടുത്തുന്നത് പോലെ ഈശോ ഉദ്ദേശിച്ച കണക്ക് മിനുസവും വഴക്കോ ലഭിക്കുന്നതുവരെ നമ്മൾ മനുഷ്യാത്മാക്കളോടും പ്രവർത്തിക്കും. എന്തെങ്കിലും അറിവില്ലെന്നോ ചെയ്യാൻ കഴിവില്ലെന്നോ പറഞ്ഞു പോയാൽ അത് പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടേ ഈശോയ്ക്ക് വിശ്രമമുള്ളൂ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ചു പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. യെശയ്യായുടെ പുസ്തകം 41 അധ്യായം 15-16 തിരുവചനങ്ങൾ. മൂന്നാമത്തെ എൻ്റെ വെല്ലുവിളി നേതൃത്വപരമായ കഴിവില്ലായ്മയാണ്. വളരെ അപകർഷതാബോധമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എനിക്ക്. ആരെയെങ്കിലും അഭിമുഖീകരിക്കാനും എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ പൂർണ്ണ പരാജയത്തിൻ്റെ കിരീടം സ്വീകരിക്കേണ്ടി വന്ന നാളുകൾ. എമർജൻസി നേഴ്സിന് മറ്റേത് യൂണിറ്റിലെ നേഴ്സുമാരെക്കാളും അറിവും കഴിവും കാര്യപ്രാപ്തിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും എല്ലാം ഉണ്ടായിരിക്കണം. കാരണം എല്ലാവിധ രോഗികളും ആദ്യം കടന്നെത്തുന്ന ഇടമാണത്. ഓരോ രോഗിക്കും ഏറ്റവും അത്യാവശ്യമായ ചികിത്സ വളരെ പെട്ടെന്ന് കൊടുക്കേണ്ടതുണ്ട്.
പാതി വഴിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവനുകളെ തിരിച്ചുപിടിക്കാൻ സർവ്വ പരിശ്രമങ്ങളും നടത്തുന്ന സ്ഥലം. ഓരോ നിമിഷവും ഏറ്റവും വിലപ്പെട്ടതായി എണ്ണപ്പെടുന്ന മറ്റൊരിടം ആശുപത്രിയിൽ ഉണ്ടാകില്ല. അതാണ് അത്യാഹിത വിഭാഗം. ഒരു ജോലിയിൽ നമുക്ക് ഹെൽപ്പർ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സഹായത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. ഈശോ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഒരു സഹായകനെ നമുക്ക് നൽകി. ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹായമായ പരിശുദ്ധാത്മാവ്. സഹായകൻ എന്നതിനെ എല്ലാ അർത്ഥത്തിലും സാധൂകരിക്കുന്ന വ്യക്തി. പരിശുദ്ധാത്മാവിനെ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ജീസസ് അൺലിമിറ്റഡ് എന്നോ ജീസസ് ഓവർലോഡ് എന്നോ വിളിക്കാം. പരിധികളില്ലാത്ത, അസാധ്യതകളില്ലാത്ത, എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സെൻസിറ്റീവായ വ്യക്തി. എൻ്റെ 3 വെല്ലുവിളികൾക്കും സഹായം പരിശുദ്ധാത്മാവായിരുന്നു. 6 മാസം കൊണ്ട് ഹിന്ദി ഭാഷ നല്ല പോലെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു. IV കാനുല ഇടാൻ കൈവിറച്ചിരുന്ന എൻ്റെ കൈകളിലൂടെ പ്രയാസമേറിയ വെയിനുകളിലേക്ക് പരിശുദ്ധാത്മാവ് കാനലുകൾ അനായാസം പ്രവേശിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ IV കാനുല എക്സ്പേർട്ട് എന്ന പേരിൽ മറ്റ് വാർഡുകളിലേക്ക് കാനുല ഇടാൻ ക്ഷണിക്കപ്പെട്ടു. ഒടുവിൽ എമർജൻസി യൂണിറ്റിൻ്റെ ടീം ലീഡറായി ഈശോ എന്നെ രൂപാന്തരപ്പെടുത്തി. ഓരോ രോഗിക്കും കാനുല ഇടുന്നതിന് മുമ്പ് ആ ഭാഗം സ്പിരിറ്റ് ഉപയോഗിച്ച് നന്നായി തുടയ്ക്കണം. ആ സമയം ഞാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്നുരുവിട്ടുകൊണ്ടിരിക്കും. സ്പിരിറ്റ് വെച്ച് തുടയ്ക്കുന്നതിനിടയിൽ കുരിശടയാളം വരയ്ക്കും. ഒരിക്കലും തലകുനിക്കാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചിട്ടില്ല. എൻ്റെ ഡ്യൂട്ടി സമയം എപ്പോഴും തിരക്കായിരുന്നു. മറ്റ് ഷിഫ്റ്റുകളിൽ ഉണ്ടാകാത്ത വിധം വ്യത്യസ്തമായ രോഗാവസ്ഥകളിലുള്ള രോഗികൾ. ഒരു ടീം ലീഡറാകാൻ ഈശോ ഒരുക്കിയ സ്പെഷ്യൽ ട്രെയിനിങ്. ഈശോയും പരിശുദ്ധാത്മാവും ചേർന്ന് ഒരു അടിപൊളി കോംബോ. അതായിരുന്നു എൻ്റെ നഴ്സിംഗ് ജീവിതം. കുറ്റപ്പെടുത്തലുകളുടെയും അപമാനത്തിൻ്റെയും നാളുകൾ സ്വർഗം തുടച്ചു നീക്കി. അനേകം രോഗികൾ പ്രശംസകളുമായി എത്തി. നഴ്സിംഗ് ജീവിതം 15 വർഷം പൂർത്തിയാകുമ്പോൾ ഈശോ നടത്തിയ വഴികൾ ഇന്നും എനിക്ക് അത്ഭുതാവഹമാണ്. സംസാരിക്കാൻ പാടവമില്ലെന്ന് പറഞ്ഞ മോശയെ നേതാവാക്കിയവൻ, ബാലനാണെന്ന് പറഞ്ഞ ജെറമിയായെ പ്രവാചകനാക്കിയവൻ, ഇടയബാലനായ ദാവീദിനെ രാജാവാക്കിയവൻ, പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫിനെ കൊട്ടാര പദവിയിലെത്തിച്ചവൻ, മീൻപിടുത്തക്കാരെ മനുഷ്യരെ പിടിക്കുന്നവനാക്കിയവൻ, വ്യഭിചാരിണിയെ സുവിശേഷ പ്രഘോഷകയാക്കിയവൻ, കള്ളനെ സ്വർഗം മോഷ്ടിക്കാൻ പഠിപ്പിച്ചവൻ. അവൻ്റെ പേര് അന്നും ഇന്നും എന്നും നസ്രായനായ യേശു എന്നാണ്. അവനിലൂടെ പരിശുദ്ധാത്മശക്തി നമ്മിലേക്കും ഒഴുകപ്പെടുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. റോമ 10:12. ജീവിതത്തിൻ്റെ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോൽ അവിടുത്തെ ഏൽപ്പിക്കാം. ലേസർ പോലെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിലകെട്ടതെല്ലാം എടുത്തുമാറ്റി അതിനെ രൂപാന്തരപ്പെടുത്തി പുതിയൊരു ഹൃദയവും പുതിയൊരു അഭിഷേകവും അവിടുന്ന് നൽകട്ടെ. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം തിരുവചനം. ജീവിതത്തിൻ്റെ പലവിധ മേഖലകളിൽ ഒരുപാട് ഭാരപ്പെടുന്നവർ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ധൈര്യമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കോളൂ. ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. സഹായകനായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിൽ ഓടിയെത്തും.